أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد شيخنا حسن ബുഖാരി കുന്നാര തസ്നീഫിലെ പുതുവഴി എന്നതാണ് നമ്മുടെ വിഷയം. തസ്നീഫുൽ കുത്തുബ് എന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. മഹാനായ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. വമിൻ ഖസായിസിൽ ഉമ്മത്തിൽ മുഹമ്മദിയ അന്നഹും ഊതു തസ്നീഫൽ കുത്തുബ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ വലിയ പ്രത്യേകതയായി അവർക്ക് നൽകപ്പെട്ടതാണ് ഗ്രന്ഥരചന എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ കാലങ്ങളിലും മഹാന്മാരായ ഇമാമുമാരുടെ അനേകായിരം രചനകൾ നമുക്ക് കാണാൻ കഴിയും. രചനകൾ ഇനി ആവശ്യമുണ്ടോ എന്ന ചർച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. ഇമാം ഇബ്നു ജമാഅ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്കിറത്തു സാമിഇ വൽ മുതകല്ലിം എന്ന ഗ്രന്ഥത്തിലും മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റിസാലത്തുൽ മുആവനയിലൊക്കെ ഈ ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്യുന്നത് കാണാം. ഹദ്ദാദ് ഇമാം പറയുന്നത്, ഓരോ കാലത്തെയും പുതുമകൾക്ക് മനുഷ്യർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഫഇന്നല്ലാഹ യുൻതിഖു ഉലമാ കുല്ലി സമാനിൻ ബിമാ യുവാഫിഖു അഹ്ലഹു. ഓരോ കാലത്തും അതാത് കാലത്തോട് ഉതകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അവതരണങ്ങൾ ആ കാലത്തെ പണ്ഡിതന്മാർക്ക് അല്ലാഹു നൽകും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും ആ കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രചനകൾ വളരെ അനിവാര്യമാണ്. കേരളീയ സാഹചര്യത്തിൽ പൊതുവിൽ നമ്മൾ പറയാറുണ്ട്, കേരളത്തിലെ പണ്ഡിതന്മാരുടെ രചനയുടെ അഭാവം. ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരിൽ പലർക്കും രചനകളില്ലാതെ പോകുന്നത് സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. എന്നാൽ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വന്യരായ തങ്ങൾ ഉസ്താദ്. കേവലം 6-7 വർഷങ്ങൾ കൊണ്ട് രചനാരംഗത്ത് വലിയൊരു വിപ്ലവം തീർക്കാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. വളരെ കനപ്പെട്ട കാലത്തിന്, വൈജ്ഞാനിക ലോകത്തിന് ആവശ്യമുള്ള രചനകളാണ് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ ഉസ്താദ് നിർവഹിച്ചിട്ടുള്ളത്. നഫായിസുദ് ദുറർ ലിതംരീനി തസ്രീഫി ലിസ്സിഗരി വൽ കിബർ എന്ന ഇൽമു സർഫിലെ പ്രൗഢമായ രചനയോടെ തുടങ്ങി നിലവിൽ ബസീത്തുൽ കലാം എന്ന പേരിൽ അൽഫിയത്ത് ഇബ്നു മാലിക്കിന്റെ ഗ്രന്ഥ രചനയിലാണ് ഉസ്താദ് ഉള്ളത്. അതിൻ്റെ 2 വാള്യങ്ങൾ പുറത്തിറങ്ങി. ഉസ്താദിന്റെ രചനകളുടെ ഒരു പൊതുവിലുള്ള ചില പ്രത്യേകതകൾ സൂചിപ്പിച്ച് ഓരോ ഗ്രന്ഥങ്ങളെയും ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു ഗ്രന്ഥരചന നടത്തുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമായി ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഅരീഫ് ബി ആദാബി തഅലീഫ്, ഒരു രചയിതാവ് ശ്രദ്ധിക്കേണ്ട അദബുകൾ വിവരിക്കുന്ന അവിടുത്തെ ചെറിയൊരു റിസാല, അതിൽ പറയുന്നത് കാണാം, വൽയകുൻ തസ്നീഫുഹു ഫീമാ യഉമ്മുൽ ഇൻതിഫാഉ ബിഹി വയക്സുറുൽ ഇഹ്തിയാജു ഇലൈഹി. ഗ്രന്ഥരചന നടത്തുന്നയാൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കൂടുതൽ ആവശ്യകരമായ കാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നതാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി ഉസ്താദ് തയ്യാറാകുമ്പോൾ ഉസ്താദ് പ്രധാനമായി മുന്നിൽ കണ്ടത് ഈ ഒരൊറ്റ വിഷയമാണ്. ചെറിയ വിദ്യാർത്ഥി മുതൽ പണ്ഡിതന്മാർ, മുദരിസുമാർ, റിസർച്ച് സ്കോളേഴ്സിനടക്കം ഗ്രന്ഥം ഉപകാരപ്പെടണം എന്ന ഒരു കണിശത ഉസ്താദിൻ്റെ മുന്നിലുണ്ടായിരുന്നു.
ആ അർത്ഥത്തിൽ തന്നെയാണ് ഉസ്താദ് രചിച്ച ഓരോ ഗ്രന്ഥങ്ങളും പിറവിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളുടെ വായനക്കാരുടെ ലോകം വളരെ വിശാലമാണ്. ആശയത്തിനപ്പുറത്തു നിൽക്കുന്നവർ വരെ അവരുടെയൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാവേണ്ട അനിവാര്യ ഗ്രന്ഥങ്ങളായി ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ 1, 2, 3 എഡിഷനുകൾ കഴിഞ്ഞ് വളരെ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രന്ഥകാരൻ ആ ഗ്രന്ഥത്തി രചനയിൽ പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തഅരീഫുൽ മുഹഖ്ഖിഖീൻ ബിമനാഹിജി ശുറാഹി വൽ മുഹസ്സിന വൽ മുഅല്ലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൽ അതിപ്രധാന കാര്യങ്ങൾ ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളുമായി ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ പ്രയോഗവൽക്കരണം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ അർത്ഥത്തിലുള്ള വായനക്കാർക്കും ഉപകാരപ്പെടണം എന്നതാണ്. മറ്റൊന്ന്, രചന നടത്തുന്ന ഗ്രന്ഥത്തിന് ഏറ്റവും ആധികാരികമായ അവലംബങ്ങളിൽ നിന്ന് തന്നെയാവുക എന്നത് ഉസ്താദ് വളരെ കണിശമായി ശ്രദ്ധിച്ച ഒരു വിഷയമാണ്. 100, 200, 300 ആധികാരിക കിതാബുകളുടെ അവലംബങ്ങളിൽ നിന്നാണ് ഉസ്താദിൻ്റെ ഓരോ ഗ്രന്ഥവും പിറവിയെടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ സോഴ്സുകൾ, സ്രോതസ്സുകൾ ഒരുപക്ഷെ ഒരു കിതാബിൽ ഇമാം സീബവൈഹിയുടെ അൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഉദ്ധരണി കണ്ടാൽ ഉസ്താദ് അവിടെ മതിയാക്കാതെ ആ അൽ കിതാബിലെ ഉദ്ധരണി തന്നെ തേടിപ്പിടിച്ച് അത് തൻ്റെ ഗ്രന്ഥത്തിൽ ചേർക്കാൻ ഉസ്താദ് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട്, എഴുതപ്പെടുന്ന ഫന്നിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം, ഇത് ഉസ്താദിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പുറത്തിറങ്ങുന്ന ഗ്രന്ഥം എല്ലാ അർത്ഥത്തിലും മികവുറ്റതാവണം, തെറ്റുകൾ വരാത്തതാവണം എന്നത് ഉസ്താദിൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിൽ ഏതറ്റം വരെ പോവാനും ഉസ്താദ് തയ്യാറാണ്. ആവർത്തിച്ച് ഉസ്താദ് തന്നെ എഡിറ്റിംഗ് വരുത്തി മറ്റു ഉസ്താദുമാരെ കൊണ്ട് വായിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടടക്കം വായിപ്പിക്കാനും തിരുത്തിക്കാനുമുള്ള വലിയൊരു മനസ്സ് ഉസ്താദിൽ നിന്ന് പഠിക്കാനുണ്ട്. തന്നേക്കാൾ താഴെത്തട്ടിലുള്ള എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാർ ഒരു കാര്യം ഉണർത്തിയാൽ അത് ശ്രദ്ധാപൂർവം കേൾക്കാനും ആവശ്യമെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും ഉസ്താദിന് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കിതാബുകളെല്ലാം വായനാലോകം, വൈജ്ഞാനിക ലോകം വളരെ ആവേശത്തോടെ ഏറ്റെടുത്തത് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. ഇംലാ തർഖീം ഉസ്താദിൻ്റെ രചനയിലെ വല്ലാത്തൊരു പ്രത്യേകതയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ഒരു മേഖല കൂടെയാണ് ഖവാഇദുൽ ഇംലാ, അറബി എഴുത്ത് നിയമങ്ങൾ. അതുപോലെ തന്നെ തർഖീം. നമ്മൾ മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ രചനകൾ, റിസർച്ച് പേപ്പറുകൾ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടാവും നമ്മുടെ കുത്തും കോമയും സമീകോളനൊക്കെ. ഇതൊരു അറബി ഗ്രന്ഥത്തിൽ വളരെ കണിശമായി ഉസ്താദ് ശ്രദ്ധിക്കുന്നു. കേരളീയ പശ്ചാത്തലത്തിൽ അത് വലിയൊരു പ്രത്യേകത കൂടെയാണ്. പല ഗ്രന്ഥങ്ങളും നമ്മൾ കാണാറുണ്ടെങ്കിലും പലപ്പോഴും ഇംലാ തർഖീമിൽ വളരെ ഒരു ശ്രദ്ധ നമ്മൾ കാണാറില്ല. ഇവിടെ ഉസ്താദിൻ്റെ ഓരോ കിതാബിലും ഇത് വളരെ കണിശമായി ഉസ്താദ് പാലിച്ചത് കാണാം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യ കിതാബുകൾക്ക് ശറഹ് എഴുതുമ്പോഴും പുതിയ രചനകൾ നടത്തുമ്പോഴൊക്കെ ആധുനികമായ രീതികളും ചാർട്ടുകൾ അടക്കം ഉസ്താദ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് പഠിതാക്കൾക്ക് ഏറെ ഉപകാരപ്രദവുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ തഅരീഫുൽ മുഹഖ്ഖിഖീനിൽ ഒരു ഗ്രന്ഥത്തിനുണ്ടാവേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ ഉസ്താദിൻ്റെ ഓരോ ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയും. മദ്ഹുൽ ഫന്നി വൽ കിതാബ്, ദിക്റു ദിറാസാത്തി വൽ ഖിദ്മാത്തി സാബിഖത്തിൽ കിതാബ്. ഇപ്പോൾ ഉസ്താദ് അൽഫിയക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ, സഞ്ചാന് വ്യാഖ്യാനം എഴുതുമ്പോഴൊക്കെ ആ സഞ്ചാനുമായി ബന്ധപ്പെട്ട വളരെ ബൃഹത്തായ പഠനം നമുക്ക് വായിക്കാൻ കിട്ടും. അതിൻ്റെ പൂർവകാല വ്യാഖ്യാനങ്ങൾ, ഷറഹുകൾ, ഹാഷിയകൾ, അതെഴുതിയ മുസന്നിഫിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ
മബാദി അഷറ, ഫന്നിന്റെ മബാദി അഷറ, അതുപോലെ തന്നെ ആവശ്യമായ ഇഅ്റാബുകളുടെ വിശദീകരണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിടത്ത് ബലപ്പെടുത്തുന്നിടത്തുള്ള ഉസ്താദിന്റെ സൂക്ഷ്മത, ഇങ്ങനെ തുടങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ആധികാരിക കിതാബുകളിൽ നിന്നുള്ള കൃത്യമായ അവലംബങ്ങൾ, ഇങ്ങനെ ഉസ്താദ് അതുപോലെ തന്നെ ആ കിതാബുമായി ബന്ധപ്പെട്ട് കിതാബിനെതിരെ, അതിൻ്റെ രചയിതാവിനെതിരെ പൊതുവിൽ വന്ന ആരോപണങ്ങളെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത് അതിന് മറുപടി പറഞ്ഞ് ആ വിഷയവുമായി പണ്ഡിത ലോകത്ത്, വൈജ്ഞാനിക ലോകത്തൊക്കെ നിലവിലുള്ള സംശയങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ആ സംശയങ്ങളുടെ നിവാരണം കൂടെ കണ്ടെത്താൻ ഉസ്താദ് വളരെയേറെ തന്റെ ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഉസ്താദിന്റെ പൊതുവായി അവിടുത്തെ രചനകളിലുള്ള ചില പ്രത്യേകതകൾ സൂചിപ്പിച്ചതാണ്. ഉസ്താദിന്റെ രചനകൾ 6 കിതാബുകളാണ് ഉസ്താദ് നിലവിൽ എഴുതിയിട്ടുള്ളത്. ആദ്യത്തേത് ഇൽമു സർഫിലെ ഉസ്താദിന്റെ സ്വതന്ത്ര രചന നഫായിസു ദുറർ ലിതംരീനി തസ്രീഫി ലിസ്സിഗരി വൽ കിബർ. 2017 ഉസ്താദിന്റെ ഈ ആദ്യ ഗ്രന്ഥം 800ഓളം പേജുകളുള്ള ഈ പ്രൗഢമായ ഗ്രന്ഥം പുറത്തിറങ്ങുന്നത്. പിന്നീട് ഇതിന്റെ ഒക്കെ ഉസ്താദിന്റെ എല്ലാ കിതാബുകൾക്കും പേര് വെച്ചിട്ടുള്ളത് വന്യരായ റഈസുൽ ഉലമ ഉസ്താദാണ്. ഉസ്താദിന്റെ ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഒരു കൃത്യമായി നീതി പുലർത്തുന്ന നാമകരണമാണ് ഉസ്താദ് നടത്തിയിട്ടുള്ളത്. നഫായിസു ദുറർ പ്രാരംഭ പഠിതാക്കൾ മുതൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം ആലിമീങ്ങൾക്കടക്കം വളരെയേറെ ഉപകാരപ്രദമായ ഗ്രന്ഥമാണ്, പേരുപോലെ തന്നെ. പിന്നീട് ഉസ്താദ് ശറഹ് ആയി എഴുതിയ ആദ്യത്തെ ഗ്രന്ഥം തശ്ഫീഖുൽ ആനി ബി തസ്രീഫി സഞ്ചാനി എന്നതാണ്. നമ്മുടെ ദർസുകളിൽ ഓതി പഠിക്കുന്ന സഞ്ചാൻ എന്ന സർഫിലെ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം. പിന്നീട് ഉസ്താദ് ജാമിഉൻ നദാ അൽ ഹുദാ, ഇബ്നു ഹിഷാം തങ്ങളുടെ മത്തിനിന് ഉള്ള ഷറഹിന്റെ വ്യാഖ്യാനമായി ഉസ്താദ് എഴുതിയതാണ്. പിന്നീട് ഉസ്താദ് ബസീത്തുൽ കലാം, അൽഫിയത്ത് ഇബ്നു മാലിക് തങ്ങളുടെ മഖ്ദൂമുമാരുടെ ഷറഹിന് ഉസ്താദിന്റെ വ്യാഖ്യാനം, നിലവിൽ അതിന്റെ 2 വാള്യങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. 3ാമത്തതിന്റെ പണിപ്പുരയിലാണ് ഇൻഷാ അല്ലാഹ്, തൊട്ടടുത്തിറങ്ങാൻ നിൽക്കുന്നു. ഇങ്ങനെ 5 കിതാബുകൾ, ഈ 2 വാള്യം അടക്കം. പിന്നെ മറ്റൊന്ന് ജാമിഅത്തുൽ ഹിന്ദ് പ്രസിദ്ധീകരിച്ച ഉസ്താദിന്റെ മറ്റൊരു സ്വതന്ത്ര രചന തഹല്ലിൽ ഇൻസാൻ ബി ഉലൂമിൽ ഖുർആൻ, ഉസ്താദിന്റെ മാസ്റ്റർ പീസ് വിഷയമായ ഉലൂമുൽ ഖുർആനിലെ ഉസ്താദിന്റെ ഒരു സ്വതന്ത്ര രചനയാണ്. ഇതിൽ ആദ്യം പരാമർശിച്ചത് നഫായിസു ദുറർ ലിതംരീനി തസ്രീഫി ലിസ്സിഗരി വൽ കിബർ എന്ന ഗ്രന്ഥം ഉസ്താദിന്റെ ആദ്യ രചനയാണ്. ഉസ്താദിന്റെ ഏറെക്കാലത്തെ ഒരു പരിശ്രമങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ അങ്ങേയറ്റത്തെ എഫേർട്ടും അതിലൂടെ വൈജ്ഞാനികമായി വായനക്കാർക്ക് കിട്ടിയ വലിയ വലിയ പോയിന്റുകളുമൊക്കെ ഈ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. സർഫിൽ പഠിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസം എങ്ങനെ പരിഹരിക്കാമെന്നതാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് പിന്നിലുണ്ടായ ഒരു കാരണം. അത് ഉസ്താദിന്റെ നിരന്തരമായ ഒരു ആലോചനയാണ്. ആ ലക്ഷ്യത്തിൽ ഉസ്താദ് എഴുതിയ ഗ്രന്ഥം ഇൽമു സർഫിലെ തന്നെ ഏറ്റവും പ്രൗഢമായ ഗ്രന്ഥമായി രൂപപ്പെടുകയാണ്. തസ്രീഫുൽ ഇൽമിയ, തസ്രീഫുൽ അമലിയ, രണ്ടാണല്ലോ. ഈ 2 ഭാഗവും കൃത്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണ് നഫായിസു ദുറർ. സ്വഹീഹ് മുഅ്തല്ലായ ഫീലുകളൊക്കെ 9 ഭാഗങ്ങളാക്കി എല്ലാ ബാബുകളിലെയും മുഅ്തല്ലാത്തുകളിലെ വാബിയ യാഇയൊക്കെ കൃത്യമായി ഉൾപ്പെട്ട ഫിഅലുകളുടെ സർഫ് സഗീർ, സർഫ് കബീർ, ഇവകളൊക്കെ കൃത്യമായി ചാർട്ടോടുകൂടി ഉസ്താദ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ 2ാം ഭാഗത്തിൽ ഒരു പഠിതാവിന്, ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഭാഗമാണത്. ഇതിന്റെ ഭാഗമെന്നോണം 2000ഓളം ഫിഅലുകൾ ഇതിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഉസ്താദ് ഇതിൽ ഉപയോഗപ്പെടുത്തിയ ഓരോന്നും കൃത്യമായി ചാർട്ടോടുകൂടി ഉസ്താദ് പരിചയപ്പെടുത്താണ്. ഓരോ വിദ്യാർത്ഥിയും വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതുമായ ഭാഗമാണ് ഈ തസ്രീഫുൽ അഫ്ആലിന്റെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്.
ഓരോ ഫീലുകളുടെയും അർത്ഥം, അതിൻ്റെ ഉപയോഗം, അത് കൃത്യമായി ലഭ്യമായ എല്ലാ ഡിക്ഷണറികളും വെച്ച് ഉസ്താദ് നിവാരണം ചെയ്യുന്നത് വളരെ അത്ഭുതമാണ്. ഈ രചന നടക്കുമ്പോൾ ദിവസങ്ങളോളം ഒരു ഫിഅലെടുത്ത് അതിൻ്റെ മസ്തർ ഉറപ്പുവരുത്തി, മറ്റു പ്രയോഗങ്ങൾ ഉറപ്പുവരുത്തി, അതിൻ്റെ അർത്ഥപ്രയോഗം ഉറപ്പുവരുത്തുന്നതിൽ ഉസ്താദ് വളരെ കണിശമായിരുന്നു. അതിനുവേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു. ലഭ്യമായ എല്ലാ അറബി ഡിക്ഷണറികളും മആജിമുകളും കാമൂസുകളും മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തി ഓരോന്നും നോക്കി കൃത്യമായി നിവാരണം ചെയ്തിട്ടാണ് ഈ ഫീലുകളെ ഉസ്താദ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രമേൽ ആധികാരികമായി അവലംബിക്കാൻ പറ്റുന്ന ഈ വിഷയത്തിൽ മറ്റൊരു ഗ്രന്ഥം ഇനി നമ്മുടെ മുന്നിൽ നിലവിൽ ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയും. ഗ്രന്ഥങ്ങളിൽ സംശയമുള്ളയിടത്ത് അറബി ലുഗത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യത്യസ്ത പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുകയും ഉറപ്പുവരുത്തുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഉസ്താദ് തൻ്റെ ഗ്രന്ഥത്തിലേക്ക് അത് പകർത്തിയിട്ടുള്ളത്. വലിയൊരു അത്ഭുതമാണ്. പിന്നീട് നമ്മുടെ സുലാസി മുജറദിന്റെ ലവാബിത്ത്, ഇത് ഈ കിതാബിന്റെ വലിയൊരു പ്രത്യേകതയാണ്. മഹാനായ ഇമാം ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലാമിയത്തുൽ അഫ്ആൽ എന്ന ഗ്രന്ഥം സർഫിന്റെ, ആ ലാമിയത്തുൽ അഫ്ആലിൽ പരാമർശിച്ച അഥവാ ഫഅല യഫ്ഉലു എപ്പോൾ വരും, യഫ്ഇലു എപ്പോൾ വരും, യഫ്അലു വരുന്ന സന്ദർഭങ്ങളൊക്കെ എന്തൊക്കെ, അതുപോലെ ഫഅല ഫഉല, ഇതൊക്കെ കൃത്യമായി ഇത് ഓരോന്നിന്റെയും ദവാഇകൾ, എപ്പോഴാണ് ഫഅല യഫ്ഉലു വരുന്നത്, ഫഅല യഫ്ഉലു എപ്പോഴാണ് വരുന്നത്, നമ്മുടെ പഠനങ്ങളിലും വായനകളിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഏരിയയാണ് ഇത്. ലാമിയത്തുൽ അഫ്ആലിന്റെ ബൈത്തുകളുടെ സഹായത്തോടു കൂടി വളരെ ലളിതമായി വിദ്യാർത്ഥികൾക്കടക്കം മനസ്സിലാവുന്ന രൂപത്തിൽ വന്യരായ ഉസ്താദ് നഫായിസുദ്ദുറയിൽ കൊണ്ടുവന്നത് കാണാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. അതോടൊപ്പം മആനി മസീദത്തുൽ അഫ്ആൽ, അതിൻ്റെ അർത്ഥങ്ങൾ, സായിദായ ഫിഅലുകളുടെ അർത്ഥങ്ങൾ, അതും ഉസ്താദ് ലഭ്യമാവുന്ന ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ ഉൾപ്പെടുത്തി ക്രോഡീകരിച്ചിട്ടാണ്. നമുക്കറിയാം സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തുൽ മഅന, ഈ ഖായിദ വെച്ച് അഫ്അലയുടെ വ്യത്യസ്ത അർത്ഥങ്ങൾ, ഫഅലയുടെ ഫഅല വസ്നിന്റെ, തഫഅല വസ്നിന്റെ, തഫഅല വസ്നിന്റെ, ഇതൊക്കെ ഉസ്താദ് ലഭ്യമായ ഈ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ആ സ്രോതസ്സുകളൊക്കെ ഉൾപ്പെടുത്തി ആധികാരികമായി തന്നെ ഈ ഗ്രന്ഥത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, മുദരിസുമാർ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഈ മആനി മസീദത്തുൽ അഫ്ആൽ എന്ന ഭാഗം. അതോടൊപ്പം ഉസ്താദ് ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വലിയൊരു പഠനമാണ് ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്അ. പലപ്പോഴും വിവരമുള്ളവർക്കടക്കം തെറ്റിപ്പോകുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഖവാഇദുൽ ഇംലാ, അറബി എഴുത്തിൽ വരുന്ന വലിയ പിഴവുകൾ, വിശിഷ്യ ഹംസയുടെ എഴുത്ത്. ഹംസ അവ്വലിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, വസത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, ആഖിറിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം, ഇങ്ങനെ തുടങ്ങി ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതികൾ, അതോടൊപ്പം തന്നെ ഖവായിദിന്റെ മറ്റു നിയമങ്ങൾ ഉസ്താദ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അദബുൽ കാത്തിബ് പോലെയുള്ള ഇബ്നു ഖുത്തൈബ തങ്ങളുടെ ഗ്രന്ഥത്തിലൊക്കെ അതിന്റെ പരാമർശമുണ്ട്. ഷാഫിയയിൽ ഇതിന്റെ പരാമർശമുണ്ട്. ഇതിനെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എഴുതിയ ആധുനിക രചനകളടക്കം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഉസ്താദ് ഈ ഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം മുഅ്ജമുകളുടെയും ഖവാമിസുകളുടെയും ഒരു പഠനം ഉസ്താദ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അറബി ഡിക്ഷണറി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഓരോ നിഘണ്ടുവും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. എങ്ങനെയാണ് നോക്കേണ്ടത്? അതിൻ്റെ വർഗീകരണങ്ങൾ എങ്ങനെയാണ്? ഈ അർത്ഥത്തിൽ മആജിമ് ഖവാമീസ്, ഇതിൻ്റെ ഒരു പഠനം എല്ലാവർക്കും, പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഈ ഒരു ഭാഗം നഫായിസുദ്ദുറയിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഈ നഫായിസുദ്ദുററിന്റെ ആദ്യ ഭാഗം അത് പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരുപോലെ ഉപകാരപ്പെടുന്ന ഭാഗമാണ്. തസ്രീഫുൽ അഫ്ആലി വൽ അസ്മാ, അൽ ഉസൂൽ വസ്സവായിദ്, ഇഅ്ലാല്, ഇബ്ദാല് തുടങ്ങി തസ്രീഫിന്റെ അടിസ്ഥാന നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി ഉസ്താദ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതിലെ പരാമർശിച്ച ഓരോ കാര്യങ്ങളും മുന്നിൽ പറയാൻ സമയമില്ല. പ്രധാന ഭാഗങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ വായനകളിലൊക്കെ കടന്നു വരികയും അന്വേഷിച്ച് കണ്ടെത്തുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇൽമു സർഫിലെ രചിക്കപ്പെട്ട പൗരാണിക ഗ്രന്ഥങ്ങളുടെ ഒരു ചാർട്ട് ഉസ്താദിൽ കൊടുത്തിട്ടുണ്ട്. വിശാലമായി പഠനം നടത്തുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ ഇൽമു സർഫിലെ ഗ്രന്ഥങ്ങളുടെ ഒരു ചാർട്ട് അതിൽ നമുക്ക് വായിക്കാൻ കഴിയും. നഫാസുദ്ദറിന്റെ പൊതുവിലുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആ ഒരു വലിയ ലോകം റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദൊക്കെ വല്ലാതെ മദ്ഹ് ചെയ്ത ഒരു ഗ്രന്ഥം കൂടെയാണ്. മഹാന്മാരായ അയിമ്മത്തിനു ശേഷം ഇൽമു സർഫിൽ രചിക്കപ്പെട്ട വലിയൊരു അമൂല്യ ഗ്രന്ഥമായിട്ടാണ് ഉസ്താദ് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ഉസ്താദിന്റെ ഗ്രന്ഥം തശ്വീഖുൽ ആനി ബി തസ്രീഫ് സഞ്ചാനി, ശറഹ് രൂപത്തിലുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഉസ്താദിന്റെ സ്വതന്ത്ര രചനയാണ്. നമ്മൾ ദർസിൽ ഓതുന്ന സഞ്ചാൻ എന്ന കിതാബ് അത് പഠിതാക്കൾക്ക് അതോടൊപ്പം തന്നെ ഉയർന്ന പഠനക്കാർക്കും കൂടുതൽ എളുപ്പമാവണം എന്ന ലക്ഷ്യത്തിലാണ് ഉസ്താദ് ഇത് എഴുതിയിട്ടുള്ളത്. ലഭ്യമായ സഞ്ചാന്റെ എല്ലാ വ്യാഖ്യാനങ്ങളും എത്തിപ്പിടിക്കുകയും അതിൻ്റെയൊക്കെ സംക്ഷിപ്തം ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഒരു ശറഹ് നമ്മൾ വായിച്ചാൽ, ഒരു വ്യാഖ്യാനം വായിച്ചാൽ, ആ ഗ്രന്ഥത്തിന് ഇന്നോളം എഴുതിയ പ്രാമാണികമായ ഗ്രന്ഥങ്ങളുടെ ഒക്കെ ഒരു സംഗ്രഹം, ഒരു സംക്ഷിപ്തം വായനക്കാർക്ക് കിട്ടും എന്നത് വല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പൊ സഞ്ചാന് ലഭ്യമായ, അന്ന് ഉസ്താദിന്റെ രചന നടത്തുമ്പോൾ ലഭ്യമായ ഷറഹുകളൊക്കെ ഉസ്താദിന്റെ രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സറഫിന്റെ മറ്റു കിതാബുകളും ഉൾപ്പെടുത്തിയത് കാണാം. വളരെ ആഴമേറിയ ചർച്ചകളും ഉസ്താദി കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ വഅലം എന്ന് തുടങ്ങുന്നിടത്ത് എന്തിന് ഇഅലം എന്ന് പറഞ്ഞു, എന്ത് ഇഫ്ഹം എന്ന് പറഞ്ഞില്ല എന്ന് തുടങ്ങി തുടക്കത്തിൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ചർച്ചയോടുകൂടി ആരംഭിച്ച് ആദ്യമായി തന്നെ സർഫിന്റെ നിർവചനം പറയുന്നിടത്ത് വളരെ പ്രൗഢമായ ഒരു ബഹസ്, ഒരു ചർച്ച ഉസ്താദ് കൊണ്ടുവരുന്നുണ്ട്. തഹ്വീലുൽ അസ്ലിൽ വാഹിദി എന്ന നിർവചനത്തിലെ ഓരോ ലഫ്ളുകളെയും ഹല്ല് ചെയ്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള വായനക്കാർക്ക് ഉപകരിക്കുന്ന നല്ല ഒരു വിശാലമായ ചർച്ച അവിടെ കാണാൻ കഴിയും. തസ്രീഫുൽ ഇൽമിയയും തസ്രീഫ് അമലിയയും ഉണ്ടല്ലോ, നേരത്തെ സൂചിപ്പിച്ച ഈ സഞ്ചാനിൽ പറഞ്ഞ നിർവചനം തസ്രീഫുൽ അമലിയയുടേതാണ് എന്ന് ഉസ്താദ് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞാൽ ഈ മആനിൻ മഖ്സൂദത്തിൻ എന്ന മആനിയുടെ ഉദ്ദേശം അഗ്റാദ് എന്നതാണ്. കാരണം ലഫ്ളിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഈ സർഫിന്റെ ഭാഗങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പൊ അഗ്റാദ് ആണ് എന്നൊക്കെ കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ തുടങ്ങി സഞ്ചാനിലെ മുഷ്കിലായ ഇബാറത്തുകളൊക്കെ വളരെ മനോഹരമായി ഉസ്താദ് ഹല്ല് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, പല ആളുകളും പൂർവകാല പണ്ഡിതന്മാരടക്കം സഞ്ചാരിൽ ഒരു ഇബാറത്ത് ഇഷ്കാലാക്കിയത് കാണാം. മിൻ നഹ്വി ഹസിബ യഹ്സിബു വഅഖവാതിഹി. അവിടെ നഹ്വി എന്നും അഖവാതിഹി എന്നും എന്തിനാണ് രണ്ടും പ്രയോഗിച്ചത്? ഒന്നുകിൽ നഹ്വി വേണ്ട, അല്ലെങ്കിൽ അഖവാതിഹി വേണ്ട. എന്തിനാണിത് പ്രയോഗിച്ചത് എന്ന് ഉസ്താദ് അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ ലക്ഷ്യം ഇവിടെ ഇഷ്കാലാക്കേണ്ടതില്ല എന്ന് കൃത്യമായി സമർപ്പിക്കുന്നുണ്ട്. വജഹാനി മിൻ ഇഹ്സിബ് എന്ന് തുടങ്ങുന്ന ലാമിയത്തുൽ അഫ്ആലിലെ ഇബ്നു മാലിക് തങ്ങളുടെ ബൈത്ത് വെച്ചുകൊണ്ട് അത് ആദ്യം പറഞ്ഞത് ഷാദായും മുത്തനിദായും വരുന്ന ഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഹസിബ മിൻ നഹ്വി ഹസിബ യഹ്സിബു എന്ന് പറഞ്ഞത്. വഖവാതിഹി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഷാദായി വരുന്ന ഭാഗങ്ങളെ മാത്രം സൂചിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് ഉസ്താദ് അവിടുത്തെ ആ ഇഷ്കാലിനെ കൃത്യമായി നിവാരണം ചെയ്യുന്നത് കാണാം. അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫഅല, ഫഉല, ഫഅല ഈ ഓരോ വസനുകളുടെയും അർത്ഥം ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കേറെ പ്രയാസകരമായ ഒരു ഭാഗമായിരിക്കും മുഅത്തല്ലാത്തിൻ്റെയും അസ്ലുകളുടെയും ഒക്കെ ഭാഗം സഞ്ചാനിൽ. അവിടെ ഉസ്താദ് കൃത്യമായി ഒരു പ്രാരംഭ പഠിതാവിന് ശരിയായ വിധത്തിൽ അത് മനസ്സിലാവുന്ന അർത്ഥത്തിലുള്ള കൃത്യമായ ഖവായിദുകളും ചാർട്ടോടുകൂടി ഉസ്താദ് അത് നമുക്ക് നിവാരണം ചെയ്തു തരുന്നുണ്ട്. നമ്മെ ബാധിക്കുന്ന ഇൽമു സർഫിൽ ഒരുപാട് സംശയങ്ങൾക്ക് സഞ്ചാൻ പരിഹാരം നൽകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ അബാ ഷാദാണ്, എന്നാൽ അബാവസ്തക്ബറ എന്ന് വിശുദ്ധമായ ഖുർആൻ, അഫ്സഹുൽ കലാമായ വിശുദ്ധമായ ഖുർആനിൽ അബാവസ്തക്ബറ അബാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത്
ഖുർആനിൽ ഷാദ് വരാൻ പറ്റുമോ? പറ്റില്ലേ? മഹാനായ തഫ്താസനി ഇമാമിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് അവർകൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഖുർആൻ വിമർശകരടക്കം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ഇൽമു സർഫിൽ ഒരുപാട് ഖവായിദുകൾ, സഞ്ചാരിൽ പരാമർശിക്കാത്ത പല ഖായിദകളും ഉസ്താദ് അവർകൾ തന്റെ തശ്ബീഖുൽ ആനിയിൽ കൊണ്ടുവന്നത് കാണാം. പല സംശയങ്ങൾക്ക് മറുപടിയായി ചില നിയമങ്ങൾ സ്ഥാപിക്കാനായി ഉസ്താദ് സഞ്ചാരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ വളരെ പ്രൗഢമായി ഇന്ന് നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമാണ് തശ്ബീഖുൽ ആനി ബി തസ്രീഫ് സഞ്ചാനി. മൂന്നാമത്തെ ഉസ്താദിന്റെ ഗ്രന്ഥം ജാമിഉൻ നദയാണ്, അലൽ ഹുദാ, ഖത്റുൻ നദയുടെ വ്യാഖ്യാനം. ഖത്റുൻ നദയുടെ മാത്രം 50ഓളം വ്യാഖ്യാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉസ്താദ് ഈ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. ഇൽമുൻ നഹ്വിലെ മറ്റു ഗ്രന്ഥങ്ങൾ വേറെയും അതിലെത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാ ശുറൂഹ് ഹവാശിയകളും ഉസ്താദ് വരുത്തിക്കുകയും അതിൻ്റെ മഖ്തൂത്തും മത്ബൂഉമൊക്കെ പരിശോധിച്ച് കൃത്യമായി ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഉസ്താദ് ഈ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഒരു വിഷയത്തിലുള്ള ഉസ്താദിൻ്റെ അധ്വാനമാണ്. ഒരു വിഷയം തീർപ്പാക്കാൻ ഏതറ്റം വരെയും പോവാൻ ഉസ്താദ് ശ്രമിക്കുന്നത് കാണാം. അപ്പോൾ ഈ സഞ്ചാലിലെ ഈ ഖത്റുൻ നദയുടെ ലഭ്യമായ വ്യാഖ്യാനങ്ങളൊക്കെ വെച്ച് ഷാരിഹ് പറയുന്ന ഇബാറത്തിലെ ഫവായിദുകൾ, അതുപോലെ തന്നെ മത്തിനിൽ ഷാരിഹ് ശറഹ് ചെയ്യാത്ത ഭാഗങ്ങൾക്ക് പലയിടത്തും ഉസ്താദ് ശറഹ് എഴുതിയത് കാണാം. ഈ ജാമിഉൻ നദയിലെ വലിയൊരു പ്രത്യേകതയാണ്. ഇനി ബസീത്തുൽ കലാമിലും അത് കാണാൻ കഴിയും. ഉസ്താദ് ഷവാഹിദ് ബൈത്തുകളെ കൈകാര്യം ചെയ്തത്. സാധാരണ നമ്മൾ ഷാഹിദ് ഒരുപക്ഷെ അർത്ഥം വെക്കും, അത് ജസ്റ്റ് അതിൻ്റെ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞു നിർത്താറാണ്. ഉസ്താദിന്റെ ഗ്രന്ഥങ്ങളിൽ ഇനി അൽഫിയയിലുമൊക്കെ ഉസ്താദ് ഒരു പുതിയ രീതി സ്വീകരിച്ചിട്ടുണ്ട്. ആഴത്തിൽ ഈ ബൈത്തുകളെ കുറിച്ച് പഠനം നടത്തുകയും എല്ലാ ബൈത്തുകളിലും 5 കാര്യങ്ങൾ ഉസ്താദ് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഖായിലുഹു, ഈ ബൈത്ത് പറഞ്ഞതാരാണ്, അത് ഉസ്താദ് അന്വേഷിക്കും. ചില ബൈത്തുകൾ ആര് പറഞ്ഞു എന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഉസ്താദ് അത് വലം അഖിഫ് അലാ ഖായിലിഹി, ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്ന് അറിയാത്തത് കൊണ്ട് അവിടെ അത് സൂചിപ്പിക്കും. ഇവിടെ അത് കാണാം, വേറെയും കാണാം. അപ്പൊ ആരാണ് ആ ഖായിൽ എന്ന് ഉസ്താദ് സൂചിപ്പിക്കും. മുഫ്രദാത്തുഹു, അതിലെ ഓരോ പദങ്ങളുടെയും ഗരീബായ പദങ്ങളുടെ അർത്ഥങ്ങൾ ഉസ്താദ് സൂചിപ്പിക്കും. ഇഅ്റാബ്, ആ ഷവാഹിദിലെ ബൈത്തിലെ ഇഅ്റാബ് ഉസ്താദ് സൂചിപ്പിക്കും. മഅന, നാലാമതായി അതിന്റെ മൊത്തത്തിലുള്ള ആശയം എന്താണ്. ഇതൊക്കെ ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നിധിയാണ്. വളരെ പ്രയാസകരമായി മനസ്സിലാക്കേണ്ട ബൈത്തുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇത് സഹായിക്കുമെന്നത് തീർച്ചയാണല്ലോ. അതിന്റെ മൊത്തത്തിലുള്ള മഅന ഉസ്താദ് അവിടെ സൂചിപ്പിക്കും. അവസാനം ഷാഹിദ്, ഈ ബൈത്ത് എന്തിനു കൊണ്ടുവന്നു എന്ന്. ഈ 5 കാര്യങ്ങൾ ജാമിഉൻ നദയിലും അതുപോലെ തന്നെ ബസീത്തുൽ കലാമിലുമൊക്കെ ഏതു ഷാഹിദ് ബൈത്തിനെ കൈകാര്യം ചെയ്യുമ്പോഴും ഉസ്താദ് സ്വീകരിച്ചത് കാണാം. ഒരുപാട് ഫായിദകൾ കിതാബുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് ഗ്രന്ഥങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. വിശാലമായ വായനയിൽ, പഠനങ്ങളിൽ നിങ്ങൾക്കൊക്കെ അത് അനുഭവിച്ചറിയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഉസ്താദിന്റെ അടുത്ത ഗ്രന്ഥം ബസീത്തുൽ കലാം അലാ അൽഫിയത്തിൽ ഇമാം ഇബ്നു മാലിക്കിൽ അല്ലാം. പേര് പോലെ തന്നെ ബസീത്തുൽ കലാമാണ്. അൽഫിയയുടെ വളരെ വിശാലമായൊരു വ്യാഖ്യാനമാണ് ഉസ്താദിന്റെ അൽഫിയയുടെ വ്യാഖ്യാനം. അതിന്റെ 2 വാള്യങ്ങൾ പുറത്തിറങ്ങി. ആ 2 വാള്യങ്ങൾ അടക്കമാണ് ഞാൻ നേരത്തെ ഉസ്താദിന്റെ കിതാബുകളുടെ എണ്ണം സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഖത്റുൻ നദയോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ലഭ്യമായ അൽഫിയയുടെ മത്ബൂഉം മഖ്തൂത്തുമായ മുഴുവൻ ശറഹുകളെയും ഹവാശിയകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഉസ്താദ് അവർകൾ ബസീത്തുൽ കലാമിന്റെ ഗ്രന്ഥരചന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ റയറായ, വളരെ പഠനാർഹമായ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയും. 1-ാം വാല്യത്തിന്റെ തുടക്കത്തിൽ ഇബ്നു മാലിക് തങ്ങളെക്കുറിച്ചുള്ള പ്രൗഢമായ പഠനമുണ്ട്. അൽഫിയയുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മഖ്ദൂമുമാരുടെ തർജുമയുണ്ട്, വളരെ ആധികാരികമാണ്. അതോടൊപ്പം ഇൽമുൽ ലുഗത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്ഭവം, ഇൽമുൽ അറബിയുടെ ഉത്ഭവം,
ഉസ്താദ് കൊണ്ടുവരുന്നുണ്ട്. വളരെ പ്രധാനമായൊരു പഠനമാണ് ഉസൂലുൻ നഹ്വിന്റെ ഒരു ചർച്ച. ഉസൂലുൻ നഹ്വ് എന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. ഉസ്താദ് ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ആ വിഷയത്തിൽ അൽ-ഇഖ്തിറാഹ് ഫി ഉസൂലുൻ നഹ്വ് ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമുണ്ട്, മറ്റു പല ഗ്രന്ഥങ്ങളുമുണ്ട്, പുതിയ രചനകളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തി ഉസ്താദ് അവറുകൾ ഉസൂലുൻ നഹ്വിനെ കൃത്യമായി നിവാരണം ചെയ്യുന്നത് കാണാം. നഹ്വിന്റെ ദലീലുകളെ കുറിച്ച് നമ്മൾ സാധാരണ പറയും, ഗാലിബൻ എന്ന് പറയും, അക്സറു എന്ന് പറയും, നാദിർ എന്ന് പറയും, ഷാദ് എന്ന് പറയും. ഈ ഒക്കെ പ്രയോഗത്തിന്റെ, അതുപോലെ സമാ എന്താണ്, ഖിയാസ് എന്താണ്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇൽമുൻ നഹ്വിൽ തെളിവ് പിടിക്കുക, ഖുർആന്, ഹദീസ്, ഏതൊക്കെ അറബി കവിതകളാണ് ഇൽമുൻ നഹ്വിൽ തെളിവായി ഉപയോഗിക്കാൻ പറ്റുക, തബഖാത്തു ശുഅറ, ഇതൊക്കെ കൃത്യമായി ഈ പഠനത്തിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് കൃത്യമായി ഒരു പഠിതാവ് ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇൽമുൽ അറൂദ് വൽ ഖവാഫി ബൈത്ത് രൂപത്തിലായതുകൊണ്ട് തന്നെ അറൂദ് ഖവാഫിയുടെ നല്ല ഒരു പഠനവും ഉസ്താദ് അവറുകൾ ഇതിന്റെ ആമുഖത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാം വാള്യത്തിൽ അൽഫിയുടെ മൊത്തത്തിൽ പറയുമ്പോൾ ഓരോ ബൈത്തിനെയും ആഴത്തിൽ അതിന്റെ ഓരോ അൽഫാദുകളെയും ചർച്ച ചെയ്യുന്നതോടൊപ്പം ഒരു പ്രാഥമിക വിദ്യാർത്ഥിക്ക്, മുത്തഅല്ലിമിന് ഏറ്റവും ലളിതമായി ഈ ബൈത്തിന്റെ ആശയവും ഏറാബും മനസ്സിലാക്കാൻ ഫുട് നോട്ടിൽ ഉസ്താദ് ഓരോ ബൈത്തിന്റെയും ഹാസിലും അതിനെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് അൽഫിയുടെ ബൈത്തിന്റെ ആശയം ഗ്രഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിന്റെ ഇറാബ് കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഒരൊറ്റ നോട്ടത്തിൽ ഒരു പഠിതാവിന് വളരെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അൽഫിയയിൽ പൊതുവെ വരുന്ന സംശയങ്ങൾ മറ്റു പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് അതിന്റെ നിവാരണങ്ങൾ ഉസ്താദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ അർത്ഥത്തിലും അന്വേഷണം നടത്തി ഉസ്താദ് അത്തരം സംശയങ്ങൾ കൊണ്ടുവരികയും വായനക്കാർക്ക് അതിന്റെ സംശയത്തിന് ഉത്തരം ലഭിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തത് കാണാം. അതുപോലെ തന്നെ പ്രത്യേക ഫായിദകൾ ഓരോ ബൈത്തിലെയും ഓരോ ഷറഹിലെയും മഹാനായ മഖ്ദൂം തങ്ങളുടെ ഓരോ പ്രയോഗത്തിലെയും ഒക്കെ വ്യത്യസ്തങ്ങളായ ഫായിദകൾ നമുക്ക് വായിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരുപാട് ഇൽമുൻ നഹ്വിലെ ഖായിദകൾ ഉസ്താദ് ബസീത്തുൽ കലാമിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ഖായിദകളൊക്കെ അവസാനം അൽ ഖവാഇദുൽ മുസ്തഖ്ദമാത്ത് ഫി ഹാദൽ കിതാബ് എന്ന ഒരു ടൈറ്റിലിന് കീഴിൽ ഉസ്താദ് കൊണ്ടുവരുന്നത് നമുക്ക് വളരെയേറെ ഉപകാരമാണ്. ഒന്നാം വാള്യത്തിൽ മാത്രം 80 ഇൽമുൻ നഹ്വിലെ ഖായിദകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം രണ്ടാം വാള്യത്തിലും കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത വരുന്ന വാള്യങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഖായിദകളും നമുക്ക് വായിച്ചെടുക്കാൻ ഒറ്റ നോട്ടത്തിൽ ലഭ്യമാവും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാഥമിക പഠിതാവ് മുതൽ ഒരു മുദരിസ് മുതൽ ആലിമുകൾക്കടക്കം റിസർച്ച് സ്കോളേഴ്സിനടക്കം വല്ലാതെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഉസ്താദ് മറ്റൊരു വാള്യങ്ങളുടെ പണിപ്പുരയിലാണ്. വേഗത്തിൽ പൂർത്തിയാക്കാനും നമുക്കൊക്കെ അത് ഉപകാരപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഒരൊറ്റ ഗ്രന്ഥം തഹല്ലി ഇൻസാൻ ബി ഉലൂമിൽ ഖുർആൻ, ഉലൂമുൽ ഖുർആനിലെ ഉസ്താദിന്റെ ഒരു സ്വതന്ത്ര രചനയാണ്. ഇതൊരു ചെറിയ ഗ്രന്ഥമാണ്. ഇത് ജാമിഅത്തുൽ ഹിന്ദിന്റെ ഒരു സിലബസിന്റെ ഭാഗമായി ഉസ്താദ് എഴുതിയതാണ്. മുത്തവൽ സിലബസിൽ 6 മാസത്തെ പഠനത്തിനു വേണ്ടി ഉസ്താദ് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായ ഒരു കിതാബാണ്. ഉലൂമുൽ ഖുർആൻ, ഇൽമു തജ്വീദ്, ഇൽമുൽ ഖിറാഅത്ത് ഉസ്താദിന്റെ മാസ്റ്റർ പീസുകളാണ്. ആ വിഷയത്തിലൊക്കെ ആഴത്തിലുള്ള അറിവ് ഉസ്താദിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊരു ഗ്രന്ഥരചന ഉസ്താദിന് ഒരു പ്രയാസമല്ല. പക്ഷേ ഈ ഒരു സംക്ഷിപ്ത രൂപത്തിലാണ് ഉസ്താദ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇതൊരു സിലബസ് ഓറിയന്റഡായി എഴുതിയ ഒരു ഗ്രന്ഥമാണെങ്കിൽ പോലും ഉലൂമുൽ ഖുർആൻ എന്ന പ്രവിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലായി ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്താം. ഉലൂമുൽ ഖുർആനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതോടൊപ്പം ഓരോ വിഷയത്തിലെയും പ്രത്യേക ഗ്രന്ഥങ്ങൾ ഉസ്താദ് സൂചിപ്പിക്കുന്നുണ്ട്. ഇൽമുൻ നാസിഖ് വൽ മൻസൂഖിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, മുഹ്കം മുതശാബിഹാത്തിൽ എഴുതപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഗ്രന്ഥത്തിൽ കൊടുക്കുന്നതോടുകൂടി ഒരു വായനക്കാരന് ഉലൂമുൽ ഖുർആന്റെ വലിയ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ആ വിഷയത്തിൽ ഉസ്താദ് കാലങ്ങളായി അധ്യാപനം നടത്തുന്നയാളാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ആ വലിയ ഒരു അറിവിന്റെ ഒരു അടയാളപ്പെടുത്തൽ ചെറിയ ഗ്രന്ഥമാണെങ്കിലും തഹല്ലിൽ ഇൻസാൻ ബി ഉലൂമിൽ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഏതായാലും
മൊത്തത്തിൽ ഉസ്താദിന്റെ ഗ്രന്ഥങ്ങൾ 2 സ്വതന്ത്ര രചനകളും മറ്റു വ്യാഖ്യാന ഗ്രന്ഥങ്ങളും. ഓരോ ഗ്രന്ഥവും നേരത്തെ സുയൂത്തി ഇമാമ് സൂചിപ്പിച്ച എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ആ അർത്ഥത്തിൽ ഗ്രന്ഥങ്ങളാവണമെന്നാണല്ലോ ആ ഒരു വലിയ ലക്ഷ്യം ഉസ്താദ് മനസ്സിൽ കാണുകയും അതിനുവേണ്ടി ഏതു അറ്റം വരെ പോവാനും എത്ര അധ്വാനിക്കാനും ആരുടെ മുന്നിൽ പോയി അറിവന്വേഷിക്കാനും ഉസ്താദ് തയ്യാറാണ്. ആ അർത്ഥത്തിൽ ഈ 6-7 കൊല്ലങ്ങൾ കൊണ്ട് ഉസ്താദിന്റെ ആ വിജ്ഞാന ലോകത്തിൽ നിന്ന് നമുക്ക് വളരെ കനപ്പെട്ട വലിയ രചനകൾ ലഭിച്ചു. അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക്, വിദ്യാർത്ഥികളാവട്ടെ, അധ്യാപകരാവട്ടെ, മറ്റു വിശാല പഠനം നടത്തുന്നവരാവട്ടെ, ആർക്കും അത് മാറ്റിവെക്കാൻ കഴിയില്ല. ഇൽമു സർഫിൽ, ഇൽമു നഹ്വിൽ, നേരത്തെ പറഞ്ഞ ഉലൂമുൽ ഖുർആനിലൊക്കെ ഉസ്താദ് അവർക്ക്, അള്ളാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇനിയും തസ്നീഫിന്റെ ലോകത്ത് ഒരുപാട് വൈജ്ഞാനിക ലോകത്തിന് സംഭാവന നൽകാൻ ഉസ്താദിന് അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉസ്താദിന്റെ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിച്ച് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.